ആൾട്ടോ സ്റ്റാർട്ടിങ് പ്രോബ്ലം പ്രധാനമായിട്ട് 2 ടൈപ്പ് വരും. ഒന്ന് നമ്മൾ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരത്തില്ല. രണ്ടാമത് പമ്പ് ഓണാകത്ത. അത് രണ്ടും എങ്ങനെ നമുക്ക് ഷോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. ഇവിടെ വണ്ടിയുടെ ചെക്ക് എഞ്ചിൻ ലൈറ്റ്, ഒരു എഞ്ചിൻ ലൈറ്റും താക്കോലിൻ്റെ ഒരു ലൈറ്റ് വരും, അത് രണ്ടും വരുന്നില്ല. അപ്പോൾ അത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഫീസ് ബോക്സ്. ഇത് വന്നിട്ട് എഞ്ചിൻ ലൈറ്റിൻ്റെതും താക്കോലിൻ്റെ ഇമ്മോബിലൈസർ ECMലോട്ട് പോണ ലൈനിൻ്റെ റിലേ. ഇത് വന്ന് റേഡിയേറ്റർ ഫാന്, ഇത് AC കംപ്രസർ റിലേ, ഇത് വന്ന് ഫ്യൂൽ പമ്പിൻ്റെ റിലേ. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈനായിരിക്കും ചെക്ക് ചെയ്യാം, ഷോർട്ട് ചെയ്ത് നോക്കാം. ഒരു വയർ ഇതിൽ നമ്മൾ റിലേ ഊരുമ്പോൾ ഈ രണ്ട് പിന്ന്, ഈ ബ്രൗൺ കളറിൽ കാണുന്ന 2 പിന്ന് കോപ്പർ പിന്ന്, ആ പിന്ന് 2നെയും ഷോർട്ട് ചെയ്യണം. താക്കോൽ ഓൺ ചെയ്ത ചെക്ക് എഞ്ചിൻ ലൈറ്റ്, ആ കീയുടെ ഇമ്മോബിലൈസറിൻ്റെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടാകും. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടാകാതെ എവിടെ നിന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കണം ഈ 2 ലൈറ്റും വരുന്നുണ്ടോ നോക്കണം. 2 ലൈറ്റും വന്നില്ലെങ്കിൽ റിലേ ഇളക്കി ഷോർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ടാകും. ഇതേപോലെ ലൈറ്റ് വരുന്നുണ്ട്, പക്ഷേ പമ്പ് നമ്മൾ ഈ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ പമ്പ് ഒരു മൂളുന്ന സൗണ്ട് കേൾക്കും. അകത്ത് മൂളുന്ന സൗണ്ട് കേൾക്കും. അത് പെട്രോളിൻ്റെ പമ്പ് ഓടുന്നതാണ്. അത് ഓടാതെ അങ്ങനെയും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേപോലെ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് വന്നില്ലെങ്കിൽ റിലേ ഫ്യൂൽ പമ്പിലോട്ട് നമ്മൾ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ് അത് ഓടും ഫ്യൂൽ പമ്പ്. അതങ്ങനെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഈ റിലേ ഊരിയിട്ട് ഫ്യൂൽ പമ്പിൻ്റെ റിലേ ഷോർട്ട് ചെയ്താൽ മതി. അത് പമ്പ് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുക, അത് കംപ്ലൈൻ്റ് ആകും. അപ്പോൾ നമ്മൾ തൽക്കാലം വണ്ടി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്, ബ്രേക്ക് ഡൗണിൽ നിൽക്കാൻ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് റിലേ ഇങ്ങനെ 2 വയറും കൂടെ ഷോർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, അത് വർക്കാവും.